എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി ജഗദമ്മ ഗോപിനാഥ്, ശ്രീമതി ശാന്ത KP. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സമ്പാദ്യവാക്യം മുതൽ കിഷ്കിന്ധാകാന്ഡം സമാപ്തം വരെയാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. നമുക്ക് പാരായണം ആരംഭിക്കാം. ഹരി ഓം. ജഗദമ്മജി ആരംഭിച്ചോളൂ. ആരംഭിച്ചോളൂ ജഗദമ്മജി. സ്റ്റാർട്ട് ചെയ്യൂ ജഗദമ്മജി. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അറിയില്ല തിരുമേനി, പക്ഷെ സംസാരിച്ചല്ലോ ഇപ്പൊ. ഉഷാജി പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഉഷാജി പാരായണം ചെയ്തോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു വൃദ്ധപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗതപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ ദൃഷ്ട്വാ പറഞ്ഞതു വൃദ്ധ കുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. വൃദ്ധവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു കൃത്യാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുവാനാറായിതോ കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ എന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകം തന്നെ വയം.
നിർമ്മലനായ ധർമാത്മജാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ? ശ്രീരാമ കാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹ വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തോ പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായ്കേതുമേ. ഉംബർകോൻ പൗത്രനമ്പോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിൽ അമ്മാറു ചെന്നംഭോജലോചനൻ നിൻ പാദ പങ്കജം സംഭാവ്യ സംബോധം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടിയിൽ ലക്ഷ്മണനായ സോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനന താതാജ്ഞയാപുര കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും വിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ട് തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണ ആദാചരനോടു ജടായുവാം പക്ഷിപ്രവരനതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞ് എന്നുമേ നിന്നുടെ മൃത്യു വരായെന്നനുഗ്രഹിച്ചാൻ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷി ഇകമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകന്നയച്ചിതു ലക്ഷം കപീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടാകിലപ്പോൾ അവനെ വധിക്കും കപീവരൻ. പാതാളം ഉൾപ്പൂക്കു വാസരം പോയതോ ഏതും അറിഞ്ഞില്ല ഞങ്ങളതു കൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുമുട്ടിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളെ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടും. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദമവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായോ ഞാൻ ഒട്ടുനാളുണ്ടവനെ പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായുധക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ. നിങ്ങൾക്കോ വാക്സഹായം ചെയ്യുവാനാശു ഞാൻ.
അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദി തീരത്തു വെച്ചിടിനാനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനം പ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥായ ദേശത്തിരുത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരീജന മധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃദ്ധമാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനയെ കണ്ടുവരും ദൃഢം. സോദരനെ കൊണ്ടു ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ യത്നേന നിങ്ങൾ കടക്കണമാശുപുരത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമറി അതിനു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പുക്ക് ദ്വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്നുര ചെയ്തു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദിയുടെ പൂർവവൃത്താന്തം. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അൻപോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം പ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചതനൂജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാ കീടിനാൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ അന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷാർത്താലുണർന്നെഴുന്നേറ്റ നേരത്ത് കാണായിതോ ചിറകും കരിഞ്ഞിങ്ങനെ. ദിക്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രമാനസനായു ഉഴലുന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യ ആശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ ആനെന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നിതീനെന്തു മൂലമിതാ ആരാൽ അകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനെ ധരിക്കേണ്ട ഉപായമിന്നേവമെന്നെ എന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി.
പിന്നെ ദയാവശനായി അരുളി ചെയ്തും സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷ്വാനീ ദേഹം നിമിത്തമീ ദുഃഖമറിയിക്ക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിനുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള ഒരു വിദ്യാസമുത്ഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ വിച്ഛായയോടെ സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ വത്സതാം തേന ദേഹത്തിനു തദാപ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാകന്ത നൂനമാത്മാവിനുമായ ദേഹോഹമാദ്യവൈവ കർമ്മകർത്ത അഹം വിദ്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളായി ബദ്ധനായി സമ്മോദമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യ പാപാത്മകൈസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭൂവി പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭൂമൈ പതിച്ചു ശാല്യാദികളാൽ ഭവിച്ചു ആമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബല എന്നാ അതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുധാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്യം ഭവിക്കുമതീന്നതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുധീര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസമേ സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ടു ഷണ്മാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതി സ്ഫുടം പിന്നെ മേട്രോപസ്തനാഭി വായുക്കളും സപ്തമേ മാസം ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ
അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനെ. നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാവേശമായ മുക്താന്നരസത്തിനാൽ വർദ്ധതെ ഗർഭഗമായ പിണ്ഡം മുഹൂർ മൃത്യുവരാനിജ കർമ്മബന്ധത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ച് ജാഠരാവഗ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യം കുടുംബ ഭരണൈക സക്തനായി വിത്തമന്യായമായാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ബാഹുസ്ഥലേ കേൾപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവും. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവിതം ഭക്ത്യാ ഭവൽസ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഠാന്വിതം. ബാല്യമാനോപേ മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളം ആമേതും പൊറാസഖേ. നിന്നാലനുഭൂതമായുള്ളതെന്തിന്നു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവ നാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹ ദ്വയാൽ പരമേലയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാശാന്തമാത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലും എല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമർത്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവാ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകലാം.
ത്രേതായുഗേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോദ്ഭുതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമായയായി ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണാവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരമർക്കെത്തു ഒരു നിമിത്തേന നിസംശയം എന്നാലവരോടു ചൊല്ലിക്കൊടുക്ക നീ തൊന്നെങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളാൽ ഉദ്ഭവിച്ചിടുമതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതോ കാൺമിൻ ചിറകുകൾ പുത്തനായ എന്നെ വിചിത്രമേ നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്കുകൾ സത്യമല്ലാതെ വരികെ ഇല്ലൊന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം ആരാലുമോർത്താലറിയാവതല്ലേതും നാരായണാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമ നാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകെ ഇല്ലൊരു ജാതിയും എന്നു പറഞ്ഞു മറഞ്ഞിതെത്തുന്നതനായ സമ്പാതി വിഹായസാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശാന്താജി ആരംഭിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത്. അൺമ്യൂട്ട് ചെയ്യൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നു പറന്നു മറഞ്ഞിത് അത്യുന്നതാനായ സമ്പാദി വിഹായസ. പിന്നെ കബീവരന്മാർ കൗതുകത്തോടു അന്യോന്യമാധു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കബീകുലം. എങ്ങനെ നാം ഇതിനെ കടക്കും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കബീകളെ. ശക്തതനയന തനുജന മംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗ ബലമുള്ള
ശൂരന്മാർ ശക്തിയും വിക്രമം പാരമുണ്ടല്ലോ നിങ്ങൾ എല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങവൻ എന്നോടൊരുത്തൻ പറയണം. ഞാൻ അതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീക വാരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കി നാരേ വരും. ഒന്നു പറഞ്ഞിലൊരുത്തരും അങ്കദൻ. പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം അച്യുതം ഉദ്യോഗപൂർവകം. ചാടാം എനിക്കു ദശയോജന വഴി, ചാടാം 20 എനിക്കൊന്നൊരു കവി, 30 ചാടാം എനിക്കെന്ന് അപരനും, അപ്പടി 40 മറ്റേവനും, 50 60 70 ആമെന്നു 80 ചാടാം എനിക്കൊന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകൻ അർണാവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലി കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമം 3 ലോകങ്ങളും ചന്നമായി മൂന്നടിയായി അളക്കും വിധവും യൗവനകാലെ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യ അഗ്രസ്തനായേനീതാനില്ലവനാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശാമാത്രയാം. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്താൽ അത്ഭുതം എത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിന് ഉത്തരം വൃത്താരി പ്രൗത്തനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കൊന്നു നിർണയി, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർത്ഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർത്ഥ്യമുണ്ടു ഭവാനിതെനി എങ്കിലും. വൃത്യജനങ്ങളായി അയക്കുകയില്ലെന്നുമേ വൃത്യരി ലേഖനുണ്ടാമെന്ന ദേവരു ആർക്കുമേ ഇല്ല സാമർത്ഥ്യം അനശനം. ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലു വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. തന്മദ്ബല വർണ്ണനം. എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മനാകയുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായി അഞ്ജന പെറ്റുളവായൊരു സത്യഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജന ഗർഭച്യുതനായ വനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ. ചണ്ടാകിരണാൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിരു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോട് ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ. പൃഥ്വിവരാലോക നാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാൻ. നാംനാ ഹനുമാൻ ഇവനെന്നു സാദരം. വജ്രം ഹനുവിങ്കൽ ഏറ്റുമുറുകയാൽ ചരിത്രങ്ങൾ മറഞ്ഞിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതു എന്തിനെന്നോർക്ക നീ. തൊൽബല വീര്യാവേഗങ്ങൾ വർണ്ണിപ്പതിന് പ്രപഞ്ചത്തിൽ ആർക്കുമാമല്ലടോ. യുദ്ധം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാർ ഒന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കീക്ഷണാൽ. രാവണനെ കുലത്തോട് ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരുവാനിപ്പോഴേ. അല്ല ഇതിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമ കരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിങ്കലാക്കിക്കൊണ്ട് രാമാന്തികെ വച്ച് കൈതൊഴുതിയിടുവൻ. രാമാകുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധീസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവനോട് എതിർത്തിയിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ. മാരുതദേവനും ഉണ്ടരികേതവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലം ആശു പോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി
മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിരിക്കാലമേ. അധ്യാത്മരാമായണം എന്ന സമയ സംവാദത്തിൽ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. രാമം പൂർവം രാമതപോവനാദിഗമനം കൃത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീ ദഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ചേതദ്ധി രാമായണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അങ്ങനെ കിഷ്കിന്ധാകാന്ഡം നമ്മൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്ന് നാളെ മുതൽ സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അത്രമാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ സമ്പാദിവാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഒരു ഗൃധ്രപ്രവരൻ, ഗൃധ്രം എന്ന് പറഞ്ഞാൽ കഴുകനാണ്, ഗൃധ്രമാണ്. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹമാണ്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹമാണ് ഭഗവാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ചിറകുകൾ കരിഞ്ഞു പോയത് എങ്ങനെയാണ്. അവിടെയും സഹോദര സ്നേഹമാണ് നമ്മൾ കാണുന്നത്. രണ്ട് സഹോദരന്മാർ കൂടി ആർക്കാണ് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ സാധിക്കുക എന്ന് നോക്കിയതാണ്. അപ്പോൾ ജടായുവാണ് അനുജൻ. അപ്പോൾ അനുജൻ ഉയർന്നു പറന്നു. പക്ഷെ അവിടെ ചെറുതായിട്ട് സൂര്യൻ്റെ കിരണങ്ങളേറ്റ് പക്ഷങ്ങളൊക്കെ കുറച്ചൊന്ന് കരിയാൻ തുടങ്ങി ചിറക്. അപ്പോൾ ചേട്ടനായിട്ടുള്ള സമ്പാദി പോയിട്ട് ശരീരം കൊണ്ട് കവർ ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിറകുകളും കരിഞ്ഞത്. അപ്പോൾ അവിടെ സഹോദര സ്നേഹമല്ലേ കാണുന്നത്. ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിൽ പോലും സഹോദരനൊന്നും സംഭവിക്കരുത് എന്നാണ്. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ല, എവിടെയോ വീണു. അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി. പിന്നെ ജടായു മരിച്ച കഥയൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ രാമകഥ കേട്ടാൽ വീണ്ടും ചിറക് മുളയ്ക്കും എന്നാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതായിട്ടില്ല എന്നുള്ളതാണ്. രാമകഥ കൊണ്ട് അല്ലെങ്കിൽ രാമനാമം കൊണ്ട് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാം എന്നാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പം ജടായുവിൻ്റെ ഭാഗ്യം എന്താണ്? ഭഗവാന്റെ കൈ കൊണ്ട് തലോടിക്കൊണ്ടാണ് ജടായു മോക്ഷം ലഭിച്ചത് ജടായുവിന്. അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും വാനരന്മാർക്ക് ഇനി കിട്ടാനില്ല, ഇനി ഇവിടെ ഒന്നും നിർത്തിയില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, സമയവും കുറേ പോയി. അപ്പോൾ സുഗ്രീവൻ ഇനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. വെറും കൈയോടെ ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മരിക്കാന്നാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന് മരിക്കാന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യം കണ്ടപ്പോൾ സമ്പാദി വിചാരിച്ചത് എന്തായാലും എനിക്ക് നല്ലോണം ഭക്ഷണത്തിനുള്ള സൗകര്യമായി എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഈ കഥകളൊക്കെ പറയുന്നത് രണ്ടു കൂട്ടരും തമ്മിൽ. പിന്നെ അങ്കദൻ ഇവിടെ പറയുന്നുണ്ട്. ഉംബർകോൻ പൗത്രൻ, ഉംബർകോൻ ദേവേന്ദ്രൻ, ദേവേന്ദ്രന്റെ പുത്രൻ ബാലി, ബാലിയുടെ പുത്രൻ അങ്കദൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഇതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സൂര്യകുലത്തിൽ ജനിച്ച ദശരഥന്റെ മകൻ മഹാവിഷ്ണു നാരായണൻ അവിടെ ഇങ്ങനെയാണ് കാട്ടിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ സമ്പാദിക്ക് കുറച്ചും കൂടി ദേഷ്യം വന്നു. കാരണം സ്വന്തം അനുജനായിട്ടുള്ള ജടായുവിനെ കൊന്നത് രാവണനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനും എന്താ പറയുക, പകരം വീട്ടണം എന്നുള്ളൊരു ആവേശം വന്നു. അപ്പോൾ കൂടുതൽ രക്ഷിക്കും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാൻ കഴുകനായതുകൊണ്ട് എനിക്ക് കുറേ ദൂരത്തേക്ക് കാണാൻ പറ്റും. കണ്ണുകൾ എന്ന് പറയില്ലേ, അപ്പോൾ അവർക്ക് ദൂരത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രാവണ വിദ്വേഷമുണ്ട്
പിന്നെ രാമനോടുള്ള ഭക്തി എല്ലാം കൂടി വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നീടാണ് ഇവിടെ സമ്പാദിയുടെ ആ പൂർവ്വ വൃത്താന്തം. ഒരു നിശാചര താപസൻ ആശ്രമത്തിൽ പോയ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ മനുഷ്യജീവന്റെ ആ ഗർഭാവസ്ഥ നമ്മൾ ഭാഗവതം പഠിച്ചപ്പോൾ സാറും ഈ ഭാഗം തന്നെയാണ് വായിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കാനിങ്ങിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ആദ്യത്തെ സംയോഗത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ എങ്ങനെയാണ് പ്രസവം വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട്, ഇതിൽ കൂടുതൽ ഒരു ഗൈനക്കോളജിസ്റ്റിനും പറയാനില്ല എന്നാണ്. ഇപ്പോഴും പറയാനില്ല, അപ്പോഴും പറയാനില്ല. അപ്പോൾ അന്നത്തെ ആ മഹർഷിമാരെ അവരുടെ ധ്യാന ശക്തി കൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ആ ഒരു ഗർഭാവസ്ഥ എന്നുള്ളത്. കുട്ടിക്ക് അത്ര സുഖമൊന്നുമല്ല. ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആ ജീവാത്മാവിന്. പിന്നീട് പുറത്ത് വന്നു കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ എല്ലാവിധ കുഴപ്പങ്ങളും സംഭവിക്കുന്നത്. അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ശരിക്ക്. എന്നെ രക്ഷിച്ച ഇങ്ങനെ എന്നെ ഇവിടെ കിടത്തി എന്നെ ഇനിയിപ്പോൾ പുറത്തേക്കാണ് കൊണ്ടുപോകാൻ പോണത്. പിന്നീട് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല, സീതാദേവിയെ കാണാൻ പോവാൻ സാധിക്കും എന്ന് ഉറപ്പ് പറയുകയാണ്. കാരണം നിങ്ങൾ രാമഭക്തന്മാരാണ്, നിങ്ങൾക്ക് ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും എന്നാണ്. അപ്പോൾ രാമഭക്തന്മാരായ നിങ്ങൾക്ക് ഒരു തരത്തിലും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ജാമ്പവാൻ പറഞ്ഞു കൊടുക്കണം. ജാമ്പവാൻ പറയാണ്, നിനക്ക് എത്ര ശക്തിയുള്ള ആളല്ലേ ഹനുമാനോട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശക്തി നമുക്കറിയില്ല. ആരെങ്കിലും ഒന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കണം, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ആ പറയുന്നത് തന്നെ വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് ജാമ്പവാൻ. അജാത്മജൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സാക്ഷാൽ മഹാദേവന്റെ ബീജമല്ലേ നീ, വായുപുത്രനല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് എന്താ ശക്തിയില്ലാത്തത്, നീ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചാടിയത് ഓർമ്മയില്ലേ. അപ്പം അങ്ങനെ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി. അപ്പോഴാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമിക്ക് പിന്നെ അങ്കുലീയം നിന്റെ കയ്യിലല്ലേ തന്നത്, ആ അങ്കുലീയം നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് എന്തെങ്കിലും അബദ്ധം ഉണ്ടാവോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ശക്തിയൊക്കെ ഉള്ളിലുണ്ട്. ആ ശക്തി കുറച്ചുകൂടി ഒന്ന് തെളിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ വാമനമൂർത്തിയെ പോലെ വളർന്നു എന്നാണ് വാമനം. പിന്നീട് സമുദ്രം ചാടിക്കടക്കാനുള്ള ഇതൊക്കെ ആലോചിക്കുകയാണ്. രാമാങ്കുലിയം എൻ ഉണ്ടാകയാൽ അതുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോഴും ജാമ്പവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് സീതയെ കണ്ട് തിരിച്ചു വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം ദശാസ്യനെ രാഘവനാണ് കൊല്ലുക, അല്ലാതെ വേറെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞ കാര്യം ചെയ്തു വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ, കുറച്ചും കൂടി കാര്യങ്ങൾ കൂടുതൽ ചെയ്യാമെന്ന് തോന്നും. പറഞ്ഞതനുസരിച്ച് ആ അനുസരണ ഉണ്ടാവുകയാണെങ്കിലാണ് നല്ലത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ജാമ്പവാൻ വളരെ കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു കാരണവരെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മളെക്കാൾ അറിവുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അനുസരിക്കാനുള്ള ഒരു സംഗതി കൂടി ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ കിഷ്കിന്ധാകാന്ഡം എന്നുള്ള ഈ അധ്യായം, ഈ കാണ്ഡം നമുക്കിവിടെ ഭക്തിപൂർവം സമർപ്പിക്കാം. നാളെ സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പോൾ ഓരോ സംഗതികളും ജീവിതത്തിലെ ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് തന്നെയാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ ഭക്തി എന്നുള്ള ഒരു ഭാവം ഉള്ളിലുണ്ടെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും വിധത്തിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു വഴി, പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണ്. അതിന് പറ്റിയ ആളുകളെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ ആശയം ഉപേക്ഷിച്ച് അവർ മരിക്കാൻ കിടക്കുകയായിരുന്നു, ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് മരിക്കാൻ കിടക്കുകയായിരുന്നു മർക്കടന്മാർ. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം പഠിക്കാനുള്ളത്. ഭക്തി തന്നെ വളരട്ടെ, ഭക്തി മാർഗത്തിൽ കൂടി തന്നെ നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം ഭക്തിയിൽ കൂടി തന്നെ ഭക്തിപൂർവമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.